Hello students, in this video we will be discussing about the tax liability of members of association of person or body of individual. So in the last problems we have discussed about how the tax liability of AOP will be calculated and what are the rebates available under section 86. So in this problem we will be discussing in detail how it is affecting the members of AOP, how the tax liability of members of the AOP can be calculated. So coming over to this, Shyam, Amrita and Ramesh are members of an AOP. They share profits and losses equally. The total income of AOP during the year ending 31st March 2020 is 3,60,000. AOPന്റെ ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട് 3,60,000 ആണ്. അപ്പോൾ നോട്ട് ചെയ്യുക, 3,60,000 എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, ഒരു മാക്സിമം മാർജിനൽ റേറ്റിൽ ടാക്സബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. ദെൻ ഇൻഡിവിജ്വൽ ഇൻകം ഡീറ്റെയിൽസ് ഓഫ് മെമ്പേഴ്സ് ആർ ഗിവൻ ബിലോ. ശ്യാമിൻ്റെ തന്നിട്ടുണ്ട് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അമൃതയുടേത് സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റും ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നിട്ടുണ്ട്. രമേശിൻ്റെ അതേപോലെ പെൻഷൻ ഫ്രം ഗവൺമെൻറ്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ NSE 8th ഇഷ്യൂ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ മെമ്പേഴ്സിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനകത്ത് ശ്യാമിൻ്റെ എടുക്കുകയാണെങ്കിൽ ശ്യാം ഹാസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഒരു റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആനുവൽ റെൻറ്റൽ വാല്യൂ ശ്യാമിന് 2,20,000 ഉണ്ട്. അതിനകത്ത് മുനിസിപ്പൽ ടാക്സസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അപ്പോൾ മുനിസിപ്പൽ ടാക്സസ് റെഡ്യൂസ് ചെയ്യാനില്ല. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 2,20,000 ആണ്. ഹൗസ് പ്രോപ്പർട്ടി ആവുന്ന സമയത്ത് എപ്പോഴും ഓർക്കുക, നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഉണ്ട്. അപ്പം ഈ 2,20,000ൻ്റെ 30% എന്ന് പറയുന്നത് 66,000 നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് അയാളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,54,000. ഇനി ശ്യാമിനെ സംബന്ധിച്ച് ശ്യാമിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്. നിങ്ങൾ പ്രോബ്ലം നോക്കിയാൽ മനസ്സിലാവും. 80,000 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ് പറഞ്ഞിട്ട് ഒരു 1,92,000 ഉണ്ട്. അങ്ങനെ മൊത്തം അയാളുടെ ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 4,26,000 ആണ്. ഇതിനകത്ത് അയാൾക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ATCയിലുള്ള ഒരു ഡിഡക്ഷനും ഇയാളുടേത് കാണിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നില്ലാണ്. സോ ഹിസ് ടോട്ടൽ ഇൻകം ഇസ് അഗെയിൻ 4,26,000. ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഈ AOPക്ക് ടാക്സ് വരാത്തത് കൊണ്ട് AOPക്ക് ഇപ്പം 3,60,000 എന്ന് പറഞ്ഞാൽ 2,50,000 വരെ നില്ല കൊടുത്തു. ബാക്കിയുള്ള 5 lakh വരെയുള്ള എമൗണ്ടിന് ഒരു 5% ആണ്. അപ്പോൾ റിബേറ്റ് പിന്നെ 5 lakh താഴെ ഇൻകം ആയതുകൊണ്ട് അതിൻ്റെ റിബേറ്റും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ AOPക്ക് ടാക്സ് ഇല്ല. അപ്പോൾ AOPൻ്റെ ഇൻകം ഇവർക്ക് ടാക്സബിൾ ആവും അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇവർ ഈക്വലി ആണ് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 1/3 ഓഫ് ഷെയർ ഓഫ് AOP ആണ് വരിക. 3,60,000 1/3 എന്ന് പറയുമ്പോൾ 1,20,000. അപ്പോൾ ടോട്ടൽ ഇയാൾക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 5,46,000 ഉണ്ട്. ഓരോ ഹെഡ്സ് എന്ന് വന്നിട്ടുള്ള 4,26,000ഉം പിന്നെ AOPയിലുള്ള അയാളുടെ ഷെയറും കൂടി 5,46,000 വരും. അതിന് ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് റേറ്റ് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ 2,50,000 നില്ലാണ്. 2,50,000 to 5 lakh 5% ആണ്, 12,500. ആൻഡ് ബാലൻസ് ആ 5 lakhന് മേലുള്ള 46,000ന് 20% ആണ് ടാക്സ്, 9,200. അങ്ങനെ ടോട്ടൽ ആൾക്ക് 21,700 വരും. ഇതിൻ്റെ കൂടെ എന്ത് കൂടെ ഉണ്ട്, നമുക്ക് 4% എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്. ആ 4% സെസ് 868 വരും. 21,700ൻ്റെ 4%. അങ്ങനെ മൊത്തം അയാൾക്ക് ടാക്സ് 22,568 വരും. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. അതായത് ഒരു റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 is available for members of association of person and body of individuals. അതിൽ പറയുന്നു എപ്പോഴാണോ AOPയുടെയോ BOIൻ്റെയോ എന്താ പറയുക, ഇഫ് ദ AOP or BOI is not taxable at maximum marginal rate or any rate higher than that, അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ ടോട്ടൽ ഷെയർ ഓഫ് ഇൻകം മെമ്പറുടെ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ
കൂടാതെ അവർക്ക് ആവറേജ് റേറ്റ് ഓഫ് ടാക്സിൻ്റെ മുകളിൽ എന്തുണ്ട്, റിബേറ്റ് ഉണ്ട് സെക്ഷൻ 86-ൽ. ആ റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 ആണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കാന്ന് പറഞ്ഞാൽ അയാളുടെ ടാക്സ് ഉണ്ടല്ലോ, ടാക്സ് പേയബിൾ ഇൻറ്റു 100 ബൈ ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം 5,46,000. അപ്പോൾ നമുക്ക് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 4.13% കിട്ടും. അപ്പോൾ ഇയാളുടെ ഷെയറിൻ്റെ 4.13% അയാൾക്ക് എന്ത് ചെയ്യാം, റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെ 4,956 അയാൾക്ക് ക്ലെയിം ചെയ്യാം. ബാക്കി അയാൾ ടാക്സ് അടയ്ക്കേണ്ടത് എത്രയാണ്, 17,612. അപ്പോൾ ശ്യാമിൻ്റെ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 17,612 ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതിനകത്ത് ആവറേജ് റേറ്റ് കണ്ടെത്തിയിട്ട് അയാളുടെ ഷെയർ ഓഫ് ഇൻകത്തിൻ്റെ ആവറേജ് റേറ്റ് അയാൾക്ക് റിബേറ്റ് ആയിട്ട് അലൗ ചെയ്യും എന്നുള്ളൊരു പോയിൻ്റാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ അമൃതയുടേത് നോക്കാം. അപ്പോൾ ഇതാണ് ആ ക്ലോസ്. ഇൻ കേസ് ടോട്ടൽ ഇൻകം ഓഫ് AOP or BOI is not taxable at MMR or a higher rate, the share of income of a member shall be added in her individual total income and member is allowed rebate of tax at average rate on such share. അങ്ങനെ ഷെയറിൻ്റെ മുകളിൽ അയാൾക്ക് റിബേറ്റ് കിട്ടും. അങ്ങനെയാണ് റേറ്റ് കാണുക, ടോട്ടൽ ടാക്സ് ഇൻറ്റു 100 ബൈ ടോട്ടൽ ഇൻകം. അങ്ങനെ ആ റേറ്റ് കണ്ടിട്ട് ആ റേറ്റ് അയാളുടെ എത്രയാണോ ഷെയർ ഓഫ് ഇൻകം ഉള്ളത് അതിനകത്ത് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ ആ എമൗണ്ടാണ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 ഇവർക്ക് വരിക. ദെൻ ഇതേപോലെ അമൃതയുടെ നോക്കൂ. അമൃതയ്ക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് പറഞ്ഞിട്ട് രണ്ട് എമൗണ്ടും തന്നിട്ടുള്ളത് അതർ സോഴ്സസിൽ വരുന്ന രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ മൊത്തം 5,20,000 വന്നു. ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിഡക്ഷൻസിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ടോട്ടൽ ഇൻകം അത് തന്നെ. ഇതേപോലെ ശ്യാമിന് കിട്ടിയ പോലെ ഒരു 1/3 ഷെയർ അമൃതയ്ക്കും കിട്ടും AOPയുടെ ഇൻകം ആയിട്ട്. സോ 1,20,000. അങ്ങനെ മൊത്തം അമൃതയുടെ ഇൻകം എന്ന് പറയുന്നത് 6,40,000 ഉണ്ട്. ഇനി അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് നമ്മൾ പോയാൽ അപ് ടു 2,50,000 നില്ലാണ്. 2,50,000 to 5,00,000 5% ആണ്. അതാണ് 12,500. ബാലൻസ് 6,40,000 5,00,000 കുറച്ച് കഴിഞ്ഞാൽ 1,40,000 ആണ്. അത് 20%-ലാണ് ടാക്സബിൾ ആവുക. അപ്പോൾ 28,000 വന്നു. മൊത്തം അയാൾക്ക് ടാക്സ് 40,500 വന്നു. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ വേണം, എഡ്യൂക്കേഷൻ സെസ് 4% കുറയ്ക്കണം, ആഡ് ചെയ്യണം. ആ സെസ് കൂടി കൂട്ടി അയാളുടെ ടാക്സ് എന്ന് പറയുന്നത് 42,120 വന്നു. ഇനി നേരത്തെ നമ്മൾ ശ്യാമിന് ചെയ്ത പോലെ തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാണ്, റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 ആവറേജ് റേറ്റ് കാണാണ്. ഇയാളുടെ ടാക്സ് പേയബിൾ എത്രയാണ്, 42,120 ഇൻറ്റു 100 ബൈ ഇയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 6,40,000 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 6.58% കിട്ടി. അപ്പോൾ 1,20,000 അയാളുടെ ഷെയർ ഓഫ് ഇൻകത്തിൻ്റെ 6.58% ആണ് അയാൾക്ക് റിബേറ്റ് കിട്ടുക. അത് 7,896 ആണ്. അത് കുറച്ച് അമൃത ടാക്സ് പേ ചെയ്യേണ്ടത് എത്രയാണ്, 34,224. ഇതാണ് അമൃതയുടെ ടാക്സ്. ഇനി നമ്മൾ ഒരാളും കൂടെ അതിനകത്തുണ്ട്, രമേശ് ഉണ്ട്, സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ അയാളുടെ റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിളൊക്കെ മാറും. ഇയാൾക്കുള്ള ഇൻകം എന്ന് പറയുന്നത് പെൻഷൻ ഫ്രം ഗവൺമെൻറ് 3,30,000 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 1,22,000 ഉണ്ട്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ASC 8th issue 11,200 ഉണ്ട്. ഇത്രയാണ് അയാളുടെ ഇൻകം. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം അയാൾക്ക് വന്നിട്ട് 4,63,200 വരും. ഇയാൾക്ക് ഡിഡക്ഷൻ ഉണ്ട്. എന്താണ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ഈ NSC ASC അല്ല കേട്ടോ, NSC ആണ്. NSC 8th issue ആണ്. NSC 8th issue ടാക്സ് സേവിങ് ബോണ്ടാണ്, ടാക്സ് സേവിങ് ആണ്. അതിൻ്റെ എമൗണ്ട് ATCയിൽ അയാൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. 11,200 വന്നിട്ട് അയാളുടെ ടോട്ടൽ ഇൻകം വന്നിട്ട് 4,52,000 വരും. ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം, വിൽ ഹാവ് ടു ആഡ് 1/3 ഓഫ് AOP's ഇൻകം. അപ്പോൾ 1,20,000 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. എല്ലാവരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അങ്ങനെ അയാളുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 5,72,000 ആയിട്ട് മാറി. ദിസ് ഈസ് ഹിസ് ടാക്സബിൾ ഇൻകം. ഇനി സീനിയർ സിറ്റിസൺ ആണ്. ഇയാൾക്ക് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫസ്റ്റ് 3,00,000 മുകളിലാണ് നില്ല്. അപ്പോൾ അല്ലാതെ ഓർഡിനറി സിറ്റിസൺ ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്, 2,50,000 ആയിരുന്നു നില്ല്.
അത് ലിമിറ്റ് 3 lakh ആണ് സീനിയർ സിറ്റിസണ്. പിന്നെ ബാക്കിയുള്ള 5 ലക്ഷം വരെയുള്ളതിന് 5%, അപ്പോൾ 10,000. ബാക്കിയിൽ വ്യത്യാസമില്ല. ബാലൻസ് 72,000 അയാൾ 20% കൊടുക്കണം. അപ്പോൾ വന്നിട്ട് 24,400. സെസ് ഇതേപോലെ 4% ആണ്, 976. അപ്പോൾ വന്നിട്ട് ടാക്സ് 25,376 വരും. ഇനി ഇയാൾക്കും എന്ത് ക്ലെയിം ചെയ്യുക? റിബേറ്റ് അണ്ടർ സെക്ഷൻ 86. അപ്പോൾ ഇയാളുടെ റിബേറ്റ് എങ്ങനെയാണ് കാണുക? ഞാൻ ഇതിലേക്ക് വെച്ചിട്ടില്ല. എങ്ങനെയാണ് കാണുക? അയാളുടെ ടാക്സ് 25,376 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ അയാളുടെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു കഴിഞ്ഞ സൈഡിൽ? 5,72,000 അല്ലേ? 5,72,000 ആണ്. ആ 72,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും, ഒരു റേറ്റ് കിട്ടും. ആ റേറ്റിനെ നമ്മൾ ഇയാളുടെ ഷെയർ ഓഫ് ഇൻകം ആയിട്ടുള്ള 1,20,000 മുകളിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 5,328 കിട്ടുക. ആൻഡ് സോ ഹിസ് ടാക്സ് പേയബിൾ ആസ് 20,048. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമ്മൾ ആ സെക്ഷൻ 86 പറയുന്ന റിബേറ്റ്, ഇപ്പോൾ 86 2 പ്രൊവിഷൻസാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഒരാൾക്ക് AOPക്ക് മാക്സിമം മാർജിനൽ ഒരു മെമ്പറെ മാക്സിമം മാർജിനൽ റേറ്റിൽ ടാക്സിബിൾ ആയിട്ടുള്ള മെമ്പർ ഉണ്ടെങ്കിൽ അയാളുടെ ഷെയർ നോൺ ആണെങ്കിൽ എന്ത് ചെയ്യും, അൺനോൺ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ ഈ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കിട്ടുന്ന ഒരു റിബേറ്റ് കിട്ടുന്ന ഒരു ക്ലോസും കൂടെ ഉണ്ട്. വെയർ AOP or BOI doesn't have taxable income. ആ സമയത്താണ് ഇത് അവൈൽ ചെയ്യാൻ പറ്റുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.